ഹായ് എവരിവൺ, വെൽക്കം ടു ഇൻട്രഡ് yield മോഡൽ. yield മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനെ എങ്ങനെ ട്രേഡിങ്ങിലേക്ക്, ഗോൾഡിലും അതുപോലെ നാസ്ഡാക്കിലേക്കും ട്രേഡ് ചെയ്യുന്നവർക്ക് എങ്ങനെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം എന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഇന്നലത്തെ മാർക്കറ്റിൽ, അതായത് 29 മെയ് 2026 ഗോൾഡിൻ്റെ മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. yield യൂസ് ചെയ്തിട്ട് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 2 ട്രേഡ്സ് എങ്ങനെയാണ് എടുത്തതെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊന്ന് വീക്ക്ലി ചാർട്ടിലോട്ട് വരാം. ഗോൾഡിൻ്റെ വീക്ക്ലി ചാർട്ടിലോട്ട് വരുമ്പം ഏറ്റവും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല 2 റെഫറൻസ് പോയിൻ്റാണുള്ളത്. ഒന്ന് ഈ റിജക്ഷൻ ക്യാൻഡിൽ. ഈ റിജക്ഷൻ ക്യാൻഡിലിൻ്റെ വിക്കിൽ നമുക്ക് 4 ഭാഗം തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് വരെയുള്ള ഈ ഒരു ഏരിയ 50% ഏരിയ ഹൈലി സെൻസിറ്റീവ് ഏരിയ ആയിരിക്കും. ഈ 50% ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ക്യാൻഡിൽ ഒരു റിജക്ഷൻ ബ്ലോക്കായിട്ട് ബിഹേവ് ചെയ്തേക്കാം. പ്രൈസ് ഈ 50% താഴോട്ട് വരുന്നത് വരെ മാർക്കറ്റിന് മുകളിലോട്ടുള്ള ട്രേഡ്സ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ് കണ്ടില്ലേ, വീക്ക്ലി ക്യാൻഡിലിൻ്റെ മെയിലെ സെക്കൻഡ് വീക്കിൻ്റെ ഓപ്പണിങ്ങിൽ വന്ന ഗ്യാപ്പാണ്, തേർഡ് വീക്കിൻ്റെ. ഈ ഗ്യാപ്പിൻ്റെ ഹൈ ആൻഡ് ലോ ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ബ്ലാക്ക് ഹോൾ പോലെയാണ്. പ്രൈസിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റ് പോലെയാണ് എപ്പോഴും ഗ്യാപ്പ്. സോ നമുക്ക് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്ക് വളരെയധികം ട്രേഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, താഴത്ത് ഇത്രയും വലിയൊരു റിജക്ഷൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് പ്രൈസ് ഈ ഏരിയയിലോട്ട് വന്നാൽ 50% എത്തുന്നതിന് മുമ്പ് തന്നെ പ്രൈസ് എന്ത് ചെയ്യും, തിരിച്ചിട്ട് ഈ ഗ്യാപ്പ് വിസിറ്റ് ചെയ്യും. ഫസ്റ്റ് പോയിന്റ് അതാണ്. സോ ഗ്യാപ്പിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിനെ അട്രാക്റ്റ് ചെയ്യുക, കാരണം അത് വോളിയം ഇംബാലൻസ് ആണ്. സോ വോളിയം ഇംബാലൻസ് ആകുമ്പോൾ ആ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൈസ് ഒബ്വിയസ്ലി ആ ഒരു റീജിയനിലോട്ട് തിരിച്ച് പോകേണ്ടതാണ് ബൈ ഇക്വേഷൻ. ഓക്കെ, എല്ലാ കാര്യവും എപ്പോഴും അതുപോലെ നടക്കണമെന്നല്ല, ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അങ്ങനെയാണ്. സോ നമ്മൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയയൊന്നും, ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ 50% എബോ ഉള്ള ഈ ഒരു ഏരിയയൊന്നും നമുക്ക് നല്ലൊരു 50% എബോ ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടേക്കായിരിക്കും പോവുക? ഒബ്വിയസ്ലി ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീക്ക്ലി ഗ്യാപ്പ് എടുക്കാം. അതിന് ശേഷമുള്ളത് വീക്ക്ലി ഗ്യാപ്പ് പ്രൈസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഈ ഈൽഡിൻ്റെ ബിഹേവിയറിനോട് വീക്ക്ലി ഗ്യാപ്പിൻ്റെ ഏരിയയിൽ നിന്ന് പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം വെച്ചിരിക്കും. കംപ്ലീറ്റ്ലി ഈൽഡ് താഴോട്ട് പോയ പ്രൈസ് മുകളിലോട്ട് പോകുക ആ രീതിയിലല്ല. ഈൽഡും മറ്റെല്ലാ പ്രൈസ് ആക്ഷൻ പോലെയുള്ള ഒരു പ്രൈസ് ആക്ഷനായിട്ട് കാണണം. നമ്മുടെ പ്രൈസ് ആക്ഷനെ കൺഫേം ചെയ്യുന്ന ഒരു ടൂൾ ആ രീതിയിൽ കാണുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിങ്ങിൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ നമുക്ക് ഡെയിലി ക്യാൻഡിലോട്ട് പോവാം. ഡെയിലി ക്യാൻഡിലോട്ട് വരുമ്പം പ്രൈസ് ഞാനീ പറഞ്ഞ 50% എബോ ആണുള്ളത്. 50% എബോ എത്തി. ഇന്നലെ മെനിഞ്ഞാന്ന് ഈ വീക്ക് ഓപ്പൺ ചെയ്തു. വെനസ്ഡേ പ്രൈസ് ഒബ്വിയസ്ലി താഴോട്ട് വന്നു, റിജക്ഷൻ എടുത്തു. തേഴ്സ്ഡേ ഇതുപോലെ തന്നെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റിലേക്ക് പ്രൈസിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പർ ക്വാർട്ടറിൽ നിന്നാണ് പ്രൈസിന് എന്ത് വരുന്നത്, കംപ്ലീറ്റ്ലി റിജക്ഷൻ വരുന്നത്. റിജക്ഷൻ വന്നു, ഒരു ഡേ കംപ്ലീറ്റ്ലി ഈ റിജക്ഷൻ ആക്സെപ്റ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്തു, നമ്മൾ പ്രൈസ് ആക്ഷനെ ഈ രീതിയിൽ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡേയുടെ ക്യാൻഡിൽ ഫസ്റ്റ് ഈ വീക്കിൽ നിന്ന് ഫസ്റ്റായിട്ട് പ്രൈസ് ഈ 50% ഏരിയയിലോട്ട് വന്ന ദിവസം ഇതാണ്. ഈ ദിവസത്തിൻ്റെ 50% എന്ന് പറയുന്നത് എവിടെയാണ്? ക്ലിയർലി ഇതൊന്നും എന്താണ് പറയുക, ഒരു സംഭവം സംഭവിച്ച കാര്യമില്ല, ഇറ്റ്സ് ഓൾ പ്ലാൻഡ്. ക്ലിയർലി മനസ്സിലാക്കാം. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 50% എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എവിടെയാണ്, ഈ റിജക്ഷൻ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വീക്ക്ലി റിജക്ഷൻ ബ്ലോക്ക്, അതാണ് ഈ നമ്മളെ റിജക്ഷൻ ബ്ലോക്കിൻ്റെ അപ്പർ സൈഡാണ് കറക്റ്റായിട്ട് എന്ത് വരുന്നത്, പ്രീവിയസ് ഡേയുടെ 50% എന്ന് പറയുന്നത്, അതായത് പ്രീവിയസ് ഡേയുടെ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡേ തേഴ്സ്ഡേ പ്രൈസ് ഓപ്പൺ ചെയ്ത് ഇത്രയും വലിയൊരു റാലി താഴോട്ട് തന്നിട്ടും
ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൻ്റെ അപ്പർ ക്വാഡ്രൻ്റ് എന്ത് ചെയ്തു, പ്രൈസിനെ നന്നായിട്ട് റിജക്റ്റ് ചെയ്തു. പക്ഷേ നമുക്ക് ട്രേഡ് ഉണ്ടോ? നമുക്ക് ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് വേണം? കൺഫർമേഷൻ വേണം. ഫസ്റ്റ് കൺഫർമേഷൻ എന്താണ്? ഇവിടുന്ന് റിജക്റ്റ് ചെയ്ത പ്രൈസ് ക്ലോസ് ചെയ്തത് എവിടെയാണ്? ഒന്ന് ഈ റിജക്ഷൻ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട്. അത് മാത്രമല്ല, റിജക്ഷൻ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് എന്ന് പറയുമ്പോൾ ഒരു കോമൺ റെഫറൻസ് മാത്രമാണ്. പ്രീവിയസ് ഡേയുടെ ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിലായിട്ട്. അതായത് ഈ റിജക്ഷൻ സ്ട്രോങ് ആണ്. ഇത് ഒരു നോർമൽ റിജക്ഷൻ അല്ല. അപ്പർ ക്വാർട്ടറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു റിജക്ഷൻ ഇറ്റ് ഈസ് ടു സ്ട്രോങ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ട്രേഡിങ്ങിൽ വരുമ്പോൾ നമ്മുടെ ബയാസ് എന്തായിരിക്കണം? കറക്റ്റ്ലി ബുള്ളിഷ് ആയിരിക്കണം നമ്മുടെ ബയാസ്. സ്കാൽപ്പിംഗ് അല്ല പറയുന്നത്, ഡയറക്ഷണൽ ബയാസ് ബുള്ളിഷ് ആയിരിക്കണം. സോ നെക്സ്റ്റ് ഡേ നമ്മൾ ഇന്നലത്തെ ദിവസം മാർക്കറ്റ് അതുപോലെ ലിറ്റിൽ ബിറ്റ് ഗ്യാപ്പ് ഓപ്പൺ കിട്ടി. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അതിനുശേഷമാണ് പ്രൈസ് കംപ്ലീറ്റ്ലി ബിഹേവ് ചെയ്തത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഒരു 5 മിനിറ്റ് ചാർട്ടിലോട്ട് പോവാം. ഈ റിജക്ഷൻ കണ്ടില്ലേ? ഈ റിജക്ഷനാണ് മിനിഞ്ഞാത്ത ദിവസം പ്രൈസിന് ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സഹായിച്ചത്. സോ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ ഒബ്വിയസ്ലി ആളുകൾ ചിന്തിക്കുക ഈ ഒരു റിജക്ഷൻ്റെ 50% പ്രൈസ് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ലാതിരിക്കാമെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയത് അവിടെ നിന്നാണ്. പ്രൈസ് താഴോട്ട് വന്നേക്കാം, വരില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ താഴോട്ട് വരുന്ന പ്രൈസ് മുകളിലോട്ട് വീണ്ടും പോയി ഗ്യാപ്പ് സപ്പോർട്ട് എടുത്തു. ഡെയിലി ഇംബാലൻസ്, വോളിയം ഇംബാലൻസ് എന്ത് ചെയ്തു? പ്രൈസിനെ സപ്പോർട്ട് എടുത്തു. ഇനി പ്രൈസിന് താഴോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? താഴോട്ട് വരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഇന്നലെ കണ്ട പ്രൈസ്, ഇന്നലത്തെ പ്രീവിയസ് ഡേൻ്റെ, അതായത് തേഴ്സ്ഡേ അല്ല വെനസ്ഡേയുടെ പ്രൈസ് കംപ്ലീറ്റ്ലി ഈ ഒരു അപ്പർ ക്വാഡ്രൻ്റിൽ നിർത്ത റിജക്ഷൻ ഡ്രൈവ് ചെയ്ത് പോയത് പ്രീവിയസ് ഡേയുടെ 50% എബോ ആണ്. എബോ അല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് വന്നു? ഗ്യാപ്പ് അപ്പ് വന്നു. അപ്പോൾ ഇറ്റ്സ് എ ഗ്യാപ്പ്. അപ്പോൾ ഇന്നലെയോ ഇന്നോ പ്രൈസ് വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തു, റിട്രേസ്മെൻറ്റ് വന്നേക്കാം. പക്ഷേ അപ്പോഴും നമുക്ക് എന്ത് വന്നു? റിട്രേസ്മെൻറ്റ് വരില്ല, സപ്പോർട്ട് കാണിച്ചു തന്നു. സോ നമ്മുടെ പ്രൈസ് ആക്ഷനെ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങിയിട്ട് വേണം ഇൻ്റർ മാർക്കറ്റ് ലോജിക്കിലേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങാൻ. സോ പ്രൈസ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി ലണ്ടൻ സെഷനിൽ ഭയങ്കര ഹോറിഫൈങ് ആയിട്ടുള്ള ലണ്ടൻ സെഷനായിരുന്നു. ട്രേഡേഴ്സ് ട്രേഡ് ചെയ്തവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സെഷനായിരുന്നു. മാർക്കറ്റ് പലതവണ സെല്ലേഴ്സ് ട്രൈ ചെയ്തിട്ടും ബിയറിഷ്നെസ് കാണിക്കാൻ തുടങ്ങിയിട്ടും ഈച്ച് സെൽ മൂവ്മെൻറ്റിന് ബൈ ഓഫ് ചെയ്യുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷമാണ് മാർക്കറ്റ് എവിടെ എത്തുന്നത്? നമ്മുടെ വീക്ക്ലി വോളിയം ഇംബാലൻസിലെത്തുന്നത്. ലണ്ടൻ സെഷൻ്റെ അവസാനത്തോട് കൂടിയിട്ട് പ്രൈസ് എവിടെ എത്തി? വീക്ക്ലി വോളിയം ഇംബാലൻസിലെത്തി. വീക്ക്ലി വോളിയം ഇംബാലൻസിൽ പ്രൈസ് പല സാഹചര്യത്തിലെത്തും. പക്ഷെ നമ്മൾ പ്രൈസിനെ എപ്പോഴും ഒരു റെഫറൻസ് ഏരിയനെ പ്രൈസ് ബിഹേവ് ചെയ്യുന്ന രീതി കൺസിഡർ ചെയ്യേണ്ടത് കിൽ സോണുകളിലായിരിക്കണം. പ്രൈസ് കിൽ സോണുകളിൽ ഒരു ഏരിയനെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും. മറ്റു സമയങ്ങളിൽ റാൻഡം മൂവ്മെൻറ്റ് പോലെ ആയിരിക്കും പ്രൈസ്, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. സോ ടൈം ചെയ്യാൻ തുടങ്ങുക മാർക്കറ്റിന്, അപ്പോഴേ നമുക്ക് ചേഞ്ചസ് വന്നു തുടങ്ങുള്ളൂ. സോ ഈ ഹോൾ ബിയറിഷ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിയറിഷ് മൂവ്മെൻറ്റ് മാത്രമാണ്. ദിസ് ഇസ് നത്തിങ്. മാത്രമല്ല ക്ലീൻ പ്രൈസ് ആക്ഷനാണ്. നമുക്കിത് നോക്കിയാൽ കാണാൻ പറ്റും എത്ര ക്ലീൻ ആയിട്ടാണ് ഈ പ്രൈസ് ആക്ഷൻ. അത് 1 മിനിറ്റിലേക്ക് നോക്കിയാൽ ക്ലിയർലി കാണാൻ പറ്റും. ഈ ബിയറിഷ് മൂവ്മെൻറ്റിനെ എങ്ങനെ അനോട്ടേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ലണ്ടൻ സെഷനിൽ നിന്ന് വന്നിട്ടുള്ള ഈ ബുള്ളിഷ്നെസ് എവിടെ നിന്നാണ് അവസാനിച്ചത്? വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ അപ്സൈഡിൽ നിന്ന് ക്ലീനായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് പോലും വരാതെ പ്രൈസ് എന്ത് ചെയ്തു? വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ അപ്സൈഡിൽ നിന്ന് താഴോട്ട് മൂവ്മെൻറ്റ് തന്നു. നമുക്ക് എന്ത് തന്നില്ല? സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാതെ തന്നെ കണ്ടിന്യൂഷൻ തന്നു. ഓക്കെ, കണ്ടിന്യൂഷന് ശേഷം
ഈ മൊത്തം ഏരിയയാണ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? സിമ്പിളായിട്ടൊരു മാർഗം പറഞ്ഞുതരാം. ഇവിടെ വരെ വന്ന പ്രൈസ് തിരിച്ച് വോളിയം ഇംബാലൻസിലേക്ക് വന്നത് ദാറ്റ് ഈസ് യൂഷ്വൽ. അതിനെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നോ അല്ലെങ്കിൽ എന്താണ് പറയുക 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നോ ഒന്നും വിശേഷിപ്പിക്കേണ്ടതില്ല. ഇറ്റ്സ് യൂഷ്വൽ. പ്രൈസ് വോളിയം ഇംബാലൻസ് അട്രാക്ട് ചെയ്യുന്നത് മാത്രമാണ്. ഇറ്റ് മേ കണ്ടിന്യൂ ഓർ മേ ഫോൾ, നമുക്കറിയില്ല. ഓക്കെ, അതിനുശേഷം പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിയറിഷ്നെസ് ഉണ്ട്, ബട്ട് ബൈ ഓഫ് ചെയ്തു. അതിനുശേഷമാണ് സംഭവം ഇത്രയും സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും വീക്ക്ലി ഹൈ, വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ ഹൈ നമുക്ക് തന്നിട്ടുള്ള സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽസ് കണ്ടില്ലേ? ഈ സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലിന് ശേഷം നമുക്കൊരു പെർഫെക്റ്റ് കണ്ടിന്യൂഷൻ വരുന്നില്ല. ബിയറിഷ് ക്യാൻഡിൽ സ്ട്രോങ് ആയി വരും, ദെൻ സ്റ്റക്ക് ആവും. വീണ്ടും സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ വരും, സ്റ്റക്ക് ആവും. ഈ രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. അതിനുശേഷം വന്ന ബിയറിഷ് ക്യാൻഡിൽസിനൊന്നും ഇത്രയും സ്ട്രെങ്ത്തിൽ ഒരു മൂവ്മെൻറ്റ് തുടങ്ങുമ്പോൾ ഇതിപ്പോൾ ട്രൂ ഡയറക്ഷനാണ്, മാർക്കറ്റിൻ്റെ ട്രൂ ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തുടക്കം ഇത്രയും സ്ട്രോങ് ക്യാൻഡിൽസ് വരില്ല. പ്രത്യേകിച്ച് ഒരു സെർട്ടൈൻ പ്രൈസ് പോയിന്റ് ഒന്നും, അതായത് വീക്ക്ലി വോളിയം ബാലൻസിൻ്റെ ഹൈ ആൻഡ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെർട്ടൈൻ പ്രൈസ് ഏരിയ ആണ്. ഇങ്ങനത്തെ ഏരിയാസിനും പ്രൈസ് സിംഗിൾ ഡയറക്ഷനിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽസ് തരികയും ആ ക്യാൻഡിൽസിൻ്റെ ആട്രിബ്യൂട്ടിനനുസരിച്ചിട്ടുള്ള കണ്ടിന്യൂഷൻ തരാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ദിസ് ദേ ആർ അട്രാക്റ്റിംഗ് സെല്ലേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് മാക്സിമം ആളുകൾ ഇത് ഇനി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് തിരിച്ചു വരില്ല, കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിച്ച് ഇവിടെ സെല്ല് ചെയ്യാൻ തുടങ്ങുമ്പം മാർക്കറ്റ് എന്ത് ചെയ്യും? നേരെ മുകളിലോട്ട് പോകും. ഈ സെയിം കാര്യമാണ് നമ്മൾ ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതൊക്കെ പൊസിഷനിലോട്ടാണ് ട്രേഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? നമ്മുടെ റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ല, നോർമൽ പലതരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, മെഷീൻസ് ഉണ്ട്, അൽഗോസ് ഉണ്ട്. ഓക്കെ, പല ക്യാൻഡിൽസിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ട്രേഡ് എടുക്കുന്ന അൽഗോസ് ഉണ്ടാവും, പല രീതിയിലുള്ള അൽഗോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ ഏത് ഡയറക്ഷനിലോട്ടാണ് പ്രൈസ് ആളുകളെ ട്രേഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നോക്കണം. പ്രത്യേകിച്ച് അണ്ടർലൈൻ ട്രെൻഡ് എന്താണ്? നമുക്ക് റിജക്ഷൻ ബ്ലോക്കുന്നു, സ്ട്രോങ് കണ്ടിന്യൂഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയും സ്ട്രോങ് കണ്ടിന്യൂഷൻ തന്നു, നമ്മൾ വിചാരിച്ച ടാർഗറ്റിൽ എത്തി. ഏതാണ്? വീക്ക്ലി വോളിയം ഇംബാലൻസിൽ പ്രൈസ് എത്തി. പക്ഷേ പ്രൈസ് എത്തിയ ഉടനെ തന്നെ നമുക്ക് എന്തുണ്ട്? ഇത്രയും നല്ലൊരു സ്ട്രെങ്ത് ബിയറിഷ് മൂവ്മെൻറ്റ്, ആരാണെങ്കിലും സെല്ല് എടുത്തു പോകും. പക്ഷെ നമുക്ക് എന്തില്ല? അവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പില്ല. ഇത് ലിക്വിഡിറ്റി ആണെന്ന് പറയാൻ കാരണം എന്താണ്? പ്രൈസ് ആക്ഷൻ എത്ര ക്ലീൻ ആണ് നോക്കി. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് സം ലോട്ട് ഓഫ് വീക്സ്. അതിനുശേഷം പല തവണ സ്ട്രോങ് ബൈ ക്യാൻഡിൽസ്, സെൽ ക്യാൻഡിൽസിനെക്കാളും സ്ട്രോങ് ബൈ ക്യാൻഡിൽസ്. ഈ ബൈ ക്യാൻഡിൽസിനെ എൻജിനീയർ ചെയ്ത പോലെയാണ് ഡിമോളിഷ് ചെയ്യുന്നത്, ഇല്ലാതാക്കുന്നത്. സോ ഇറ്റ്സ് എ മാനിപ്പുലേറ്റഡ് പ്രൈസ് മൂവ്. നമ്മളത് റീഡ് ചെയ്യാൻ തുടങ്ങണം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സിന്. സോ ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് താഴോട്ട് വന്നു. വീണ്ടും നമുക്ക് എന്ത് വന്നു? വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ ഹൈസ് വന്നു. പെർഫെക്റ്റ്ലി ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്തതെന്ന് നോക്കിയാൽ മതി. ക്യാൻഡിലിൻ്റെ ഒരു ഭാഗം പോലും മുകളിലോട്ട് പോയിട്ടില്ല. സോ ഇത് ബിയറിഷ്നെസ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രോങ് റിയൽ ഡയറക്ഷൻ ബിയറിഷ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഹോൾ ബുള്ളിഷ്നെസ്സും അതുപോലെ ഈ ഒരു സ്ട്രോങ് ആട്രിബ്യൂട്ട്, അതായത് ക്യാൻഡിൽ ഒരെണ്ണം പോലും ഈ വീക്ക്ലി ഹൈൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാത്ത ഈ ഒരു സിറ്റുവേഷനും നമുക്ക് എന്ത് വേണം? ഈൽഡ് കൺഫേം ചെയ്യണ്ടേ? നമ്മൾ ഈൽഡ് കൺഫേം ചെയ്തിട്ടുണ്ടോ? ഈ ഏരിയ നമുക്ക് പ്രൈസ് ഇത്രയും മുകളിലോട്ട് പോയി. പ്രൈസ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈൽഡ് നോക്കി, ഈൽഡോടാണുള്ളത്. ഈൽഡ് താഴോട്ട് സ്ട്രോങ് ആവുന്നില്ല, മുകളിലോട്ടും സ്ട്രോങ് ആകുന്നില്ല. ഈൽഡ് വാസ് സ്റ്റക്ക്. ഈ ഏരിയയിൽ ഈൽഡ് സ്റ്റക്കാണ്. സോ ഈൽഡിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് എന്താണ്? നമ്മൾ പലതവണ പറഞ്ഞ പോലെ ഈൽഡ് ഡ്രാഗ് ചെയ്യുന്നതാണ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ് മൂവ്മെൻറ്റ്. കൺഫേംഡ് മൂവ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ അണ്ടർലൈൻ ട്രെൻഡ് ബുള്ളിഷുമാണ്. മാത്രമല്ല നമുക്ക് എന്തുണ്ട്? ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്ത് മുകളിൽ ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്. അതിനുശേഷം പ്രൈസ് പല രീതിയിൽ വീക്ക്ലി ഈ വോളിയം ഇംബാലൻസ് യൂസ് ചെയ്തിട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈച്ച് ടൈം ഈ വീക്ക്ലി വോളിയം ഇംബാലൻസിൽ ടച്ച് ചെയ്യുന്നു, താഴോട്ട് വീഴുന്നു. അതിനുശേഷം
പ്രൈസ് എവിടെ വരെ വന്നു? ഓർഡർ ബ്ലോക്ക്. വാട്ട് ഈസ് ഓർഡർ ബ്ലോക്ക്? ലണ്ടൻ സെഷനിൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സോണാണ് ഈ കാണുന്നത്. ഈ 1, 2, 3 ഈ 3 തവണ എൻജിനീയർ ചെയ്തിട്ടുള്ള ഈ ഒരു ലിക്വിഡിറ്റി പൂളിനെ അറ്റാക്ക് ചെയ്ത ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയാണ് നമ്മുടെ നിലവിലെ ഓർഡർ ബ്ലോക്ക്. സോ ഈ ഒരു ഹോൾ മൂവ്മെൻറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലെത്തിയതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? ഒരൊറ്റ ക്യാൻഡിൽ മാത്രം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഒരു ക്യാൻഡിൽ പോലും ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. പ്രൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർലി മനസ്സിലാവും. ഒരു ക്യാൻഡിലിന് പോലും ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ദിസ് ഈസ് വാട്ട് യു വാണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ എന്തില്ല, നമുക്ക് ഇംബാലൻസ് ഇല്ല. നെക്സ്റ്റ് ഇംബാലൻസ് വരുന്നത് ഇവിടെയാണ്. അപ്പം ഇവിടെ ഇംബാലൻസ് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതുണ്ടോ? ഇവിടെ ഇംബാലൻസ് വരുമ്പോൾ ട്രേഡ് എടുക്കേണ്ടതില്ല. കാരണം എന്താ? നമ്മളെ ഈൽഡ് സ്റ്റെക്കാണ്. ഈൽഡ് ഈസ് നോട്ട് മൂവിങ് ഡൗൺ സൈഡ്. ഈൽഡ് ഡൗൺ സൈഡിൽ മൂവ് ചെയ്യണം. നമുക്ക് നോർമലി ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ നമ്മൾ ട്രേഡ് എടുത്തില്ല. വി വർ വെയിറ്റിംഗ് ടു കൺഫേം വിത്ത് ഈൽഡ്. ഈൽഡിൻ്റെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഈൽഡ് 5 മിനിറ്റിലാണ് ഈ ഈൽഡിൻ്റെ ചാർട്ട്. ഇത് 1 മിനിറ്റിലാണ് നോക്കുന്നത്. ആ ഡിഫറൻസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. സോ അതിന് ശേഷമാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്ത്. ഈ ന്യൂയോർക്ക് ഇക്വിറ്റി സെഷൻ 9:30 ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിൽ ന്യൂയോർക്ക് ഇക്വിറ്റി സെഷൻ ഓപ്പൺ ചെയ്തു ഉടനെ തന്നെ നമുക്ക് എന്ത് വന്നു? ഈ ഒരു മൊത്തം ഡ്രാഗ്ഡ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ കൺഫേം ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് വന്നു? ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നു. സ്ട്രോങ് കണ്ടിന്യൂവേഷൻ വിത്ത് നമുക്കിതാ ലിക്വിഡിറ്റി ഗ്രാബ്. ഇതൊരു ലിക്വിഡിറ്റി ആയി കൺസിഡർ ചെയ്യണം. ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് വന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഇത് പല സാഹചര്യത്തിൽ പ്രൈസ് ഇങ്ങനെ ബിഹേവ് ചെയ്യും. നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം പ്രൈസ് നമ്മുടെ വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ ലോവർ സൈഡിനോട് എങ്ങനെ ബിഹേവ് ചെയ്തു, അതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. ഈ ഒരു ഏരിയ നോക്കാം. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഈ ഒരു ഏരിയ പ്രൈസ് ബിയറിഷ്നെസ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അല്ലേ? ഒറ്റ ക്യാൻഡിൽ പോലും ഈ ഒരു ഏരിയൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. വീണ്ടും നെക്സ്റ്റ് ഇവിടെയും ഒറ്റ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്ഷൻ ഉണ്ട്. ഇങ്ങനെ റിജക്ഷൻ എടുത്ത് ബിയറിഷ്നെസ് കാണിക്കുന്ന ഒരു പ്രൈസ് ഒരിക്കലും മുകളിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യില്ല? ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാതെ ബുള്ളിഷ് സപ്പോർട്ട് കാണിക്കില്ല. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യണം? ദിസ് ഹോൾ വാസ് എ മാനിപ്പുലേഷൻ. ഈ ഹോൾ മൊമെൻറ്റ്, താഴോട്ടുള്ള ഈ ഹോൾ മൊമെൻറ്റ് എന്താണ്? ഒരു മാനിപ്പുലേഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്രൈസ് 3 ക്യാൻഡിലിനെ സപ്പോർട്ട് എടുത്തതിന് ശേഷം 1, 2, 3, 4ാമത്തെ ക്യാൻഡിൽ ഇത്രയും കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൈസിൻ്റെ ഒരു ഡയറക്ഷണൽ ട്രേഡിനെ കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. സോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് കാണാം? ഈൽഡും ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു. ഈൽഡ് ഈ ഒരു സ്ട്രോങ് ബുള്ളിഷ്നെസ് കാണിച്ചു. പക്ഷേ ഈ ഈൽഡിൻ്റെ ബുള്ളിഷ്നെസ്സിനെ നമുക്ക് എന്ത് ചെയ്തു? പ്രൈസും അതിൻ്റെ കൂടെ തന്നെ മുകളിലോട്ട് പോയി. അതായത് ഗോൾഡിൻ്റെ സെൽ സൈഡ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഓവർ. ഈൽഡ് ഡ്രാഗ് ചെയ്താണ് മുകളിലോട്ട് പോകുന്നത്. സോ ഇത്രയും സമയം ഗോൾഡ് മുകളിലോട്ട് വന്നിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നോക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ? ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. ഇത്രയും പ്രൈസ് മുകളിലോട്ട് വന്നിട്ട് ഈൽഡ് പോകുന്ന സെയിം ഡയറക്ഷനിലേക്ക് ഗോൾഡ് പോയി. അപ്പം ഏതെങ്കിലും ഒരെണ്ണം മാനിപ്പുലേറ്റീവ് ആയിരിക്കും. ഈൽഡും ഗോൾഡും ഒരേ ഡയറക്ഷനിലേക്ക് ഒരേ സമയം പോകുകയാണെങ്കിൽ ഈൽഡ് ഗോൾഡ് ഏതെങ്കിലും ഒന്നാണ് മാനിപ്പുലേറ്റീവ് ആയിട്ട് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈൽഡും ഗോൾഡും ഇതാണ് ഏരിയ. ഇവിടെ മുതൽ ഇവിടെ മുതൽ ഇവിടം വരെ
yield 1 മിനിറ്റിലേക്ക് കാണിച്ചു തരാം. 1 മിനിറ്റിൽ എടുക്കുമ്പോൾ ഈ ഏരിയ മുതൽ ഈ ഏരിയ വരെ ഗോൾഡും ഈൽഡും സെയിം ഡയറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം മാനിപ്പുലേഷൻ ആണെന്ന് നമുക്ക് ഉറപ്പാണ്. ഈൽഡിൻ്റെ സെയിം ഡയറക്ഷനിലേക്ക് ഗോൾഡ് പോയാൽ ഏതൊരു ഗോൾഡ് മാനിപ്പുലേഷൻ ആണ് അല്ലെങ്കിൽ ഈൽഡ് മാനിപ്പുലേഷൻ ആണ്. സോ ഗോൾഡിൽ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ള സംഗതികൾ വെച്ചിട്ട് നമുക്ക് താഴെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓർഡർ ബ്ലോക്കിൻ്റെ അവിടുന്ന് പ്രൈസ് കറക്റ്റായിട്ട് മുകളിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺലെസ് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് വരെ നമുക്ക് ഡയറക്ഷൻ കൺഫേം അല്ലായിരുന്നു. ഈവൻ ദോ ക്ലിയർ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാതെ എന്തില്ല, ഡയറക്ഷൻ കൺഫേംഡ് അല്ലായിരുന്നു. സോ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈൽഡിൽ ഒരു ബിയറിഷ്നെസ് തന്നു. ഈൽഡ് മുകളിലോട്ട് സ്ട്രോങ്ലി മൂവ് ചെയ്തു, സെയിം ഡയറക്ഷനിലേക്ക് ഗോൾഡ് മൂവ് ചെയ്തു. അതായത് ഗോൾഡ് അണ്ടർലൈങ് ട്രെൻഡിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തത്. സോ ദിസ് ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഈൽഡിൻ്റെ ഈ മൂവ്മെൻറ്റ് എന്താണ്? ഇറ്റ്സ് എ മാനിപ്പുലേഷൻ. അത് നമുക്ക് മുൻകൂട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എല്ലാ സാഹചര്യത്തിലും ഈൽഡ് ആദ്യം മൂവ് ചെയ്യണമെന്നില്ല. ചില സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ ഗോൾഡും ഈൽഡും ഒരുമിച്ച് മൂവ് ചെയ്തേക്കാം. സോ ഇതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് പ്രീവിയസ് വീക്കിലി ഇംബാലൻസിൻ്റെ ലോവർ സൈഡിൽ നിന്നു ലോവർ സൈഡിൽ നിന്നു പ്രൈസ് ബിഹേവ് ചെയ്തത് കണ്ടില്ല. ഒരൊറ്റ ക്യാൻഡിൽ പോലും അതിൻ്റെ താഴത്ത് ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാം ഹെവിലി സപ്പോർട്ടീവ് ആയിരുന്നു. മാർക്കറ്റിന് മുകളിലോട്ട് പോകാനുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ഇപ്പോൾ കറക്റ്റായി. പിന്നെ നമുക്ക് അതിന് മുമ്പ് നമ്മുടെ ടാർഗറ്റ് എന്താണെന്ന് കണ്ടില്ലേ, ബിയറിഷ്നെസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയ, അവിടെ നിന്നായിരുന്നു പ്രൈസ് കുറച്ച് മുകളിലോട്ട് അധികം പോയെങ്കിലും നമ്മൾ ടാർഗറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി. സോ ഇതിന് ശേഷമായിരുന്നു എന്ത് വന്നിട്ടുള്ളത്, നമ്മുടെ നെക്സ്റ്റ് ട്രേഡ് വീണ്ടും താഴോട്ട് വന്ന് ലിക്വിഡിറ്റി എടുത്ത പ്രൈസ് ഇമ്മീഡിയറ്റ്ലി എവിടേക്ക് പോയി? വീക്കിലി വോളിയം ഇംബാലൻസിൻ്റെ ഉള്ളോട്ട് പോയി. സോ ഇവിടെയാണ് നമ്മൾ ഈ ഈൽഡിൻ്റെ ബിഹേവിയറിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഈൽഡ് നേരത്തെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഹൈന്ന് ബിയറിഷ്നെസ് കൺഫേം ചെയ്ത രീതിയിലായിരുന്നു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു മൊമെൻറ്റ് കണ്ടില്ല, ഈൽഡ് സാഗി സൈഡ് വൈസ് മൊമെൻറ്റിന് ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കണ്ടില്ല. ആ ബ്രേക്ക് ചെയ്ത ടൈം ഏതാണെന്ന് നോക്കിയേ. ടൈം കറക്റ്റായിട്ട് പ്രീവിയസ് വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ ഹൈ സൈഡിലായിരുന്നു. ആ ഹൈ സൈഡിൽ നിന്നും ആ എക്സാക്ട്ലി ടൈം മാർക്ക് ചെയ്ത് കണ്ടില്ലേ, അവിടെയാണ് പ്രൈസ് ഇമ്മീഡിയറ്റ് റീബാലൻസ് എടുത്തത്. എവിടെ നിന്നു? വീക്ക്ലി വോളിയം ഇംബാലൻസിൻ്റെ ഹൈനെ താഴോട്ട് ബ്രേക്ക് ചെയ്ത പ്രൈസ് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ റീബാലൻസ് എടുത്തു. എക്സാക്ട്ലി അവിടെ നിന്നായിരുന്നു നമ്മൾ എൻട്രി ഉണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള കംപ്ലീറ്റ്ലി മാർക്കറ്റിൻ്റെ മൊമെൻറ്റ് ഈൽഡിനെ ബേസ് ചെയ്ത് മാത്രമായിരുന്നു. ഈൽഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നതായിട്ട് ഇത്രയും വലിയൊരു ട്രേഡ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് വെരി ലക്കി. മാർക്കറ്റിന് ഇതുപോലെ വണ്ടർ ചെയ്യാൻ പറ്റും, നമ്മുടെ ചില ട്രേഡ്സും കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ. ആ വീക്ക്ലി വോളിയം ഇംബാലൻസ് ആയിരുന്നു ഈ കംപ്ലീറ്റ്ലി ട്രേഡിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ മാർക്കറ്റ് ഇത്രയും ഹൈലിരിക്കുമ്പോൾ ആളുകൾ നോർമലി ചിന്തിക്കും ഇത്രയും തോന്നെ മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയില്ല, അതുപോലെ താഴോട്ട് ട്രേഡ് എടുക്കാമെന്ന്. അവിടെ റീറ്റെയിലേഴ്സ് എന്ത് ചിന്തിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്ത് തുടങ്ങുക. സോ ഈ ഒരു കംപ്ലീറ്റ്ലി ട്രേഡിന് ഈ ഒരു ഈൽഡ് എത്രത്തോളം എഫക്റ്റീവായിട്ടാണ് നമ്മൾ ട്രേഡിനെ ടൈം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ ഈൽഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് ശേഷം ഞാൻ സെല്ല് ചെയ്യാൻ തുടങ്ങിയത്, അതായത് എടുത്ത പൊസിഷന് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഈൽഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ എൻ്റെ എല്ലാ ട്രേഡ്സും പൊസിഷൻ എടുക്കുന്നത് എക്സിറ്റ് ചെയ്യുന്നതും മെയിൻലി ഈൽഡിൻ്റെയും മാക്രോ മറ്റ് ഡയറക്ഷണൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പം സിന്തറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ല, പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഈൽഡ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ എനിക്കൊരു ടാർഗറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. സോ ഈൽഡ് തിരിച്ച് മുകളിലോട്ട് കയറാൻ തുടങ്ങിയതിന് ശേഷമാണ്, ഒരു ക്യാൻഡിൽ സ്ട്രെങ്ത്ത് കാണിച്ചതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ പൊസിഷൻസ് ഓരോന്നായിട്ട് എക്സിറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയപ്പോൾ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്തു. സോ ഇവിടുന്ന് അങ്ങോട്ട് പ്രൈസ് ബിഹേവ് ചെയ്തത് മൊത്തം
മാർക്കറ്റ് ഈൽഡിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, മറ്റൊന്നും ഇതിൽ ഇൻവോൾവ്ഡ് അല്ല. ഈൽഡിൻ്റെ മൊമെൻറ്റ് മാത്രമായിരുന്നു ഇവിടുന്ന് മുകളിലോട്ടുള്ള ഈ ഡയറക്ഷൻ. പിന്നെ ഈ സ്റ്റോപ്പ് ലോസിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ICTയുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഈസിലി മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും ഞാനീ പറയുന്നത് മൊത്തം. ഈ റിജക്ഷൻ പ്രൈസ് ഇങ്ങനെ ഒരു ബിയറിഷ്നെസ് തന്നിട്ടുണ്ടെങ്കിലും ഈ റിജക്ഷൻ ക്യാൻഡലിൻ്റെ 50% എന്നാണ് എക്സാക്ട്ലി മുകളിലോട്ട് റീബാലൻസ് എടുക്കുന്നത്. അത് എവിടെ നിന്നാണ്? പ്രീവിയസ് വീക്കിൻ്റെ അപ്സൈഡിൽ നിന്ന്. സോ ഇതിൻ്റെ താഴെ മാത്രമായിരുന്നു, ഇത്രയില്ല, ഇതിൻ്റെ താഴെ മാത്രമായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ ഇതിന് ശേഷം സംഭവിച്ചതെല്ലാം മാർക്കറ്റ് നമുക്ക് തരുന്ന ഗിഫ്റ്റുകളാണ്. സോ ഇതുപോലെയാണ് ഈൽഡിൻ്റെ ബിഹേവിയറിനെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ട്രേഡ് എടുക്കുന്നതിന് പകരം നമ്മൾ ഇതുവരെ ICTയുടെ വീഡിയോസ് കണ്ടു പഠിച്ചിട്ടുള്ള പ്രൈസ് ആക്ഷൻസ്, അത് എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ ശരിക്കും ICTയുടെ വീഡിയോ എല്ലാം ഇരുന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രൈസ് ആക്ഷൻ മനസ്സിലാവും. പ്രൈസ് ആക്ഷൻ ICT പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലാണ്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ട്രേഡിങ് മാത്രം യൂസ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ ഈ പറയുന്ന ഈൽഡും കൂടി നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു എഡ്ജ് കിട്ടി തുടങ്ങും. സോ നിങ്ങൾ ലോസിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, ലാഭം വന്ന് ലോസ് വന്ന് ഒരു ബ്രേക്ക് ഇവനിൽ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകളായിരിക്കാം. ഇതെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഈസ് പോസിബിൾ. നമ്മളാകെ ട്രൈ ചെയ്യേണ്ടത് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ICTയുടെ ചാനൽ ക്ലിയർലി കണ്ടു കഴിഞ്ഞാൽ തന്നെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. ദർ ഈസ് എ ലോട്ട് ICT പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ്ലി ദർ ഈസ് ഒരുപാട് കാര്യങ്ങൾ ICT എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരൻ ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കുമെങ്കിലും നമ്മൾ ഓരോരുത്തരും റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആൾ പല രീതിയിലും അവിടെ ഇവിടെയും തൊടാതെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ റിസർച്ച് ചെയ്യണം. ഒരിക്കലും ദിസ് ഈസ് നോട്ട് എ ഫോൺ ഫീഡിങ് പരിപാടിയല്ല. ഒരിക്കലും ആൾ 10-30 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഈ ഒരു സംഗതി ഒരിക്കലും ഫ്രീ ആയിട്ട് തരുന്ന ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഏതൊരാൾക്ക് നോക്കിയാലും ഇതുപോലെ ആരെങ്കിലും ഒന്ന് റെഫറൻസ് തരാനുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അതിന് പുറമെ ഈ ഈൽഡ് അതിൽ പെടുന്നൊരു കാര്യമാണ്. ICT നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്ത മറ്റൊരു ഐറ്റങ്ങളിലൊന്നാണ് ഈൽഡ്. ഈൽഡ് മാത്രമല്ല, ഈൽഡ് ഈസ് ജസ്റ്റ് വൺ, ദർ ആർ മെനി. ഈ ഒരു ട്രേഡിൽ ഈൽഡ് മാത്രമേ യൂസ് ചെയ്തതന്നേ ഉള്ളൂ. പലതും കൺഫർമേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ആദ്യം പ്രൈസ് ആക്ഷൻ മാസ്റ്റർ ചെയ്യുക. പ്രൈസ് ആക്ഷൻ മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആവാമെന്നല്ല അർത്ഥം. പ്രൈസ് ആക്ഷൻ കണ്ടാൽ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു സാഹചര്യം വരും. അത് മതി. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പ്രൈസ് ആക്ഷൻ അതൊരു റിസ്ക് മാനേജ്മെൻറ്റും റിസ്ക് റിവാർഡൊക്കെ കറക്റ്റ് ആണെങ്കിൽ ലോങ് ടൈമിലേക്ക് പ്രോഫിറ്റബിൾ ആവാം. നമുക്ക് ഇതുപോലെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ വലിയ ട്രേഡ്സ് എടുക്കണം എന്നുള്ള ഐഡിയയിലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ മാസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആവില്ല. അതിന് നമുക്ക് എന്ത് വേണം? ഒരുപാട് മാർക്കറ്റ് റെഫറൻസ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ പുറമെ സമയം കണ്ടെത്തിയിട്ട് ട്രേഡ് എടുക്കാൻ പഠിച്ചു തുടങ്ങണം. എന്നാലും നമുക്ക് ലോസസ് ഒരുപാട് വരും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൻ്റെ വളരെ ചെറിയ ഒരു ഏരിയ മാത്രം സ്റ്റോപ്പ് ലോസും ടാർഗറ്റുമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ട്രേഡിനെയും പ്രൈസിനെയും ഇമോഷനെയും എല്ലാം ടൈം ചെയ്യണം. ICT പറഞ്ഞ പോലെ തന്നെ ടൈം ഫസ്റ്റ്, പിന്നെ പ്രൈസ്. അങ്ങനെയാണ് ICT പറഞ്ഞത്. ഞാൻ പറയുന്നു ടൈം ഫസ്റ്റ്, മാക്രോ ഡ്രൈവേഴ്സ് സെക്കൻഡ്, തേർഡ് പ്രൈസ്. പ്രൈസ് ഏറ്റവും ലാസ്റ്റ് മതി നമുക്ക്. ഇതുപോലെ നമുക്ക് ഏത് സമയം ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4 മണിക്കൂറിലേക്ക് എന്താ സംഭവിച്ചതെന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അങ്ങ് ട്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ, ഈസി. പക്ഷെ അതല്ല, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ടൈം. ഏത് ടൈമാണ് പ്രൈസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇറ്റ്സ് ടൈം. സോ ടൈമിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനും എക്സ്പ്ലെയിൻ ചെയ്യാത്ത യൂട്യൂബിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാനും ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രേഡിങ്ങിൽ. അതൊന്നും അത്ര ഈസി ആയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യൽ എങ്ങനെയാണെന്ന് പോലും ഇപ്പോഴും അറിയില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മേ ബി കേട്ട് കഴിഞ്ഞാൽ ചിരി തോന്നുന്ന ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം പലർക്കും, ഇത്രയേ ഉള്ളായിരുന്നു എന്ന് തോന്നും. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാല്യൂ ഇല്ലാത്ത രീതിയിൽ ആളുകൾ അതിനെടുക്കും, ആർക്കും യൂസ് ചെയ്യാൻ കഴിയില്ല. സോ എവരി വൺ ഹാസ് ടു ഏൺ ദെയർ റിവാർഡ്. സോ മാക്സിമം ട്രൈ ചെയ്യുക. ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എവരി വൺ.